നമസ്തേ, കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് വരരുചി വിക്രമാദിത്യ സദയിൽ സദസ്സ് തുടങ്ങാനായിട്ട് പിറ്റേ ദിവസം ദർബാർ കൂടിയിരിക്കുകയാണ്. എല്ലാ സദസ്സിലുള്ള എല്ലാവരും വന്ന് അവരവരുടെ പീഠങ്ങളിലൊക്കെ ഇരുന്നു. വരരുചിയുടെ പീഠം അങ്ങനെ ഒഴിഞ്ഞു കിടക്കുകയാണ്. മഹാരാജാവും ഈ സഭയിലെത്തി. എല്ലാവരും ഒന്ന് നോക്കി, ആർക്കെങ്കിലും കിട്ടിയോ? വരരുചി കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ഇല്ല, വരരുചിയെ കണ്ടില്ല, കുറച്ച് നാളായിട്ട് അദ്ദേഹത്തെ കാണാനില്ല. വീട്ടിൽ അന്വേഷിച്ചപ്പോഴും അവിടെ കാണാറേ ഇല്ല എന്ന് പറഞ്ഞു. ഓ ശരി, അദ്ദേഹം ഇന്നല്ലേ അവസാനത്തെ ദിവസം രാമായണത്തിലെ ഏറ്റവും പ്രസക്തമായ ശ്ലോകം അന്വേഷിച്ച് വരണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് വരരുചി പോയിട്ട് ഇന്നേക്ക് ദിവസം 41 അദ്ദേഹം ഇന്ന് വന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് നല്ല കടുത്ത ശിക്ഷ ഇവിടെ കാത്തിരിക്കണേ എന്നൊക്കെ പറഞ്ഞു. തമ്മി അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഓഹോ, എൻ്റെ പണ്ഡിത സദസ്സിലുള്ളവർക്ക് രാമായണത്തിലെ പ്രസക്തമായ ശ്ലോകം കണ്ടുപിടിക്കാൻ പറ്റിയില്ലെന്നോ, അത് ഏറ്റവും സമർത്ഥനായ വരരുചിക്ക് അതിന് സാധിച്ചില്ലെന്നോ, ഇതെന്തൊരാക്രമമാണ് ഇവിടെ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് രാജാവിന് കോപം വന്നു. അപ്പോൾ എല്ലാവരും വിചാരിച്ചു, ഭഗവാനേ, ഈ സമയത്തെങ്ങാനും വരരുചി വന്ന് മുമ്പിൽ പെട്ട ശ്ലോകം കണ്ടുപിടിക്കാനൊട്ട് കഴിഞ്ഞിട്ടില്ലെങ്കിൽ വരരുചിയുടെ കാര്യം പോക്കാം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. വരരുചി ശിക്ഷിക്കേണ്ട കാര്യത്തെപ്പറ്റിയൊക്കെ ആലോചിക്കാനും എനിക്ക് രാജാവ് അങ്ങോട്ട് കോപാകുലനായിട്ട് അങ്ങോട്ട് നടക്കാൻ നോക്കിയപ്പോഴേക്കും സഭയിലേക്ക് വരുന്ന കവാടത്തിൻ്റെ അടുത്ത് നിന്ന് വിക്രമാദിത്യ മഹാരാജാവ് വിജയിക്കട്ടെ എന്നൊരു ശബ്ദം. നോക്കിയപ്പോഴാണ് വരരുചി രാജാവിനെ വിജയം നേർന്നുകൊണ്ട് വരൂ വരരുചി വരൂ, ഞങ്ങളങ്ങേ കാത്തിരിക്കുകയാണെന്ന് കൊണ്ട് രാജാവ് വിളിച്ചു. അദ്ദേഹം വന്നു. ഉപചാരങ്ങളൊക്കെ കഴിഞ്ഞു. അവനവൻ്റെ ഇതിൽ നിന്ന് അങ്ങേക്ക് രാമായണത്തിലെ പ്രസക്തമായ ശ്ലോകം ഏതാണെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചോ? തിരുവൻസേ, എനിക്കതിന് സാധിച്ചു. എന്നെങ്കിൽ ആ ശ്ലോകം ചൊല്ലൂ. അദ്ദേഹം ഒട്ടും മടി കൂടാതെ ശ്ലോകം ചൊല്ലി. രാമം ദശരഥം വിദ്ധിം എന്ന് പറയുന്ന ശ്ലോകം അങ്ങ് ചൊല്ലി. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ആ ശ്ലോകത്തിന് അദ്ദേഹം അർത്ഥം 10 വിധത്തിൽ പറഞ്ഞു കൊടുത്തു എന്നാണ് പറയണത്. ഈ 10 വിധത്തിൽ പറഞ്ഞു കൊടുത്ത് എന്താണെന്ന് എനിക്ക് നോക്കിയിട്ട് മനസ്സിലായിട്ടില്ല. ഈ വിധത്തിലേ അറിയുള്ളൂ. അതും പറഞ്ഞു ഇതിൻ്റെ ഈ സന്ദർഭം കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാൽ, അപ്പോൾ അതിൽ പറയുന്നത് 10 വിധത്തിൽ എന്നുള്ളത് കൊണ്ട് ഏകദേശം മനസ്സിലാക്കിയത്, ഇത് സുമിത്ര എന്ന് പറയുന്നൊരു കഥാപാത്രമുണ്ട് രാമായണത്തിൽ. അതായത് ദശരഥ മഹാരാജാവിൻ്റെ രാമായണം എന്ന് പറയുന്നത് രാമൻ്റെ അയനം. ഈ രാമായണ മാസക്കാലത്ത് ശ്രീരാമകഥ പാടുന്ന സമയമാണല്ലോ. അപ്പോൾ എല്ലാവർക്കും ശ്രീരാമനെ അറിയാത്തവരും മനസ്സിലാക്കാത്തവരും ഉണ്ടാവില്ല. അപ്പോൾ ആ ശ്രീരാമൻ്റെ മാതാവാണ് കൗസല്യ, ദശരഥ മഹാരാജാവിൻ്റെ ആദ്യത്തെ ഭാര്യ. രണ്ടാമത്തെ ഭാര്യയാണ് കേകയ രാജ്യത്തിലെ കൈകേയി. മൂന്നാമത്തെ ഭാര്യയാണ് കാശി രാജകുമാരിയായ സുമിത്ര. ഇവർക്ക് ഓരോരുത്തർക്കും ഓരോരോ വിധത്തിലുള്ള കഴിവുകളുണ്ട്. അതായത് പുരുഷന്മാരെ പോലും യുദ്ധത്തിൽ തോൽപ്പിക്കത്തക്ക യുദ്ധ നൈപുണ്യമുള്ള ആളാണ് കേകയപുത്രിയായ കൈകേയി. ആദ്യ മഹാരാജാവ് ഉത്തര കോസലം ദക്ഷിണ കോസലം 2 കോസല രാജാവാണ്. അതിൽ ഒരു ഉത്തര കോസലത്തിൻ്റെ രാജകുമാരനാണ് ദശരഥൻ. ദക്ഷിണ കോസലത്തിലെ രാജകുമാരിയാണ് കൗസല്യ. ഈ കോസല രാജകുമാരി ആയതുകൊണ്ടാണ് കൗസല്യയ്ക്ക് കൗസല്യ എന്നുള്ള പേര് തന്നെ ഉണ്ടായത്. അവർ തമ്മിൽ വിവാഹിതരായപ്പോൾ കോസല രാജ്യം രണ്ടും ഒന്നായി. തലസ്ഥാനമായി അയോധ്യ നഗരവുമായി. അയോധ്യ എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ യുദ്ധമില്ലാത്ത ഇടം എന്നാണ്. അങ്ങനെ ഈ 3 റാണിമാർക്കും ഒരുപാട് കാലമായിട്ട് മക്കളില്ലാതിരുന്നിട്ട് പിന്നെ പുത്രകാമേഷ്ടി യാഗം ചെയ്തു, പായസാന്നം കഴിച്ചു. 4 പുത്രന്മാരുണ്ടായി. അതിലൊരു പുത്രനാണ് ലക്ഷ്മണൻ, മൂത്ത പുത്രൻ ശ്രീരാമൻ, പിന്നെ രണ്ടാമത്തെ റാണിയായ കൈകേയി പ്രസവിച്ചു ഭരതൻ, മൂന്നാമത്തെ റാണിയായ സുമിത്ര 2 ഇരട്ട കുട്ടികളെ പ്രസവിച്ചു, ലക്ഷ്മണൻ, ശത്രുഘ്നൻ. അതൊക്കെ രസകരമായ കഥകൾ പിന്നീട് വരുന്നു. ഇവരിൽ ലക്ഷ്മണൻ സംഗതി വെച്ചാൽ അവിടത്തെയും ഈ വിധി വൈപര്യത്തെ രാമാവതാരം തന്നെ
രാക്ഷസ വംശത്തെ വധിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആ അവതാര ലക്ഷ്യങ്ങളെല്ലാം മറന്നുകൊണ്ട് അദ്ദേഹം യുവരാജാവാകാൻ തുടങ്ങിയപ്പോൾ നാരദ മഹർഷി വന്ന് ഓർമ്മിപ്പിച്ചു, രാജ്യം ഭരിക്കണ്ട രാമ, രാജ്യം ഭരിക്കലല്ല കാര്യം, നമുക്ക് വേറെയുണ്ട് അവതാര ലക്ഷ്യം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നാളെ രാവിലെ പൊക്കോളാം വനത്തിലേക്ക്, വനവാസത്തിന് പോയിട്ട്. അതായത് ഇക്ഷ്വാകു വംശം, സൂര്യവംശമല്ല, എല്ലാ വംശത്തിലും വാർദ്ധക്യത്തിലാണ് സാധാരണ രാജാവും രാജ്ഞിയും കൂടി വാനപ്രസ്ഥത്തിന് പോവുക, വനവാസത്തിന് പോവുക. എന്നാൽ സൂര്യവംശ രാജകുമാരനായ ശ്രീരാമചന്ദ്രൻ യുവത്വത്തിൽ തന്നെ തൻ്റെ ഭാര്യയോടൊത്ത് വനവാസത്തിൽ പോയി. അതെന്താ കാരണം? പിതാവിൻ്റെ ഒരു ഇതൊക്കെ, അത് വേറെ ഒരു കാരണമാണ്. നമുക്ക് വരരുചിയുടെ കഥ പറയപ്പെട്ട പന്തിരൂലത്തിലേക്ക് വരാം. അപ്പോൾ പറഞ്ഞു, ആ വനത്തിലേക്ക് പോകുന്ന സമയത്ത് തൻ്റെ ലക്ഷ്മണൻ പറഞ്ഞു, ഞാൻ എന്തായാലും ചേട്ടൻ്റെ കൂടെ വരും. സീതാദേവി പറഞ്ഞു, ഭർത്താവോടെ അടുത്തേക്ക് ഞാൻ എന്തായാലും വരും. അങ്ങനെ അവർ 3 പേരും കൂടി വനത്തിലേക്ക് പോവുകയാണ്. ആ സമയത്ത് കൊടുങ്കാട്, കല്ലും മുള്ളും കാട്ടുമൃഗങ്ങളും, ശ്രീരാമനും ലക്ഷ്മണനും സീതയും കൂടി പോകാൻ നേരത്തെ രാജകീയ സുഖഭോഗങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഉരിയെടുത്ത് അങ്ങനെ പോകാൻ തുടങ്ങുക. ആ സമയത്ത് ലക്ഷ്മണൻ തൻ്റെ മാതാവായ സുമിത്രയോട് യാത്ര പറയാനായിട്ട് രാജകൊട്ടാരത്തിൽ ചെന്നു. അപ്പോൾ സുമിത്രയാണ് ഏറ്റവും വിദുഷിയായ ഭാര്യ ദശരഥ മഹാരാജാവിൻ്റെ. ആ സുമിത്ര ആ സമയത്ത് തൻ്റെ മകനെ ഒന്ന് ഉപദേശിക്കുകയാണ്. മകന് കൊടുക്കുന്ന ഉപദേശമാണ് ഈ ശ്ലോകത്തിൻ്റെ സന്ദർഭം. എന്താ? രാമം ദശരഥം വിദ്ധി. നീ പോകുമ്പോൾ വനവാസത്ത് കാലത്ത് നിന്റെ ജ്യേഷ്ഠനായ രാമനെ ദശരഥം വിദ്ധി, ദശരഥനാണെന്ന് കരുതൂ. അദ്ദേഹമാണ് നിൻ്റെ പിതാവിനെ പോലെ കരുതൂ ജ്യേഷ്ഠനെ. പിന്നെയോ മാം വിദ്ധി ജനകാത്മജ, ഏറ്റവും പ്രധാനപ്പെട്ട വരി മാം വിധി. മാം എന്ന് പറഞ്ഞാൽ ആരാ? അമ്മയാണെന്ന് കരുതുക. എന്ത്? ഞാനാണെന്ന് കരുതുക. മാം വിധി, അമ്മയായി കരുതൂ ജനകാത്മജ. ജനക മഹാരാജാവിൻ്റെ പുത്രിയാണ് ജാനകി, സീത. അതുകൊണ്ട് ജ്യേഷ്ഠൻ്റെ ഭാര്യയെ അമ്മയ്ക്ക് തുല്യമായി കരുതണം എന്നുള്ളതാണ് രാമായണത്തിലെ ഏറ്റവും പ്രസക്തമായ വരി. പിന്നെ എന്താ പറയുന്നത്? അയോധ്യ അടവിം വിധി. ആ വനം മുഴുവൻ നിൻ്റെ സ്വന്തം രാജ്യമായി ഈ അയോധ്യയാണെന്ന് കരുതൂ. പിന്നെ ഗച്ഛതാദം, നീ വനവാസത്തിന് പോയി സുഖമായി യാത്ര പൂർത്തിയാക്കി തിരിച്ചു വരും മകനെ എന്നുള്ളതാണ് ഒരർത്ഥം. ഇത് വിദുഷിയായ സുമിത്രാദേവിയുടെ മൊഴിമുത്തുകളാണ്, തൻ്റെ മകനുള്ള മൊഴിമുത്തുകളാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, കുടുംബ ബന്ധത്തിൻ്റെ ആ നാരായ വേരാണിത്, തടി മരമാണിത്. ഇതിന് ഒരു വൃക്ഷത്തിൻ്റെ പല പല ഭാഗങ്ങളായ വിധത്തിൽ വരരുചി രാജസദസ്സിൽ അർത്ഥം പറഞ്ഞു കൊടുത്തിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. അത് കഴിഞ്ഞ് അദ്ദേഹം ഒന്നുകൂടെ പറഞ്ഞു, ഏറ്റവും മഹത്തായ വരി മാം വിദ്ധി ജനകാത്മജ, ഏറ്റവും അർത്ഥസമ്പുഷ്ടമായ പവിത്രമായ ഒരക്ഷരം അത് മ എന്നാണ് പറയുകയുടെ. അത് കഴിഞ്ഞ് ധാരാളം സമ്മാനങ്ങളും കാര്യങ്ങളുമൊക്കെ കൊടുത്തു. വരരുചി എല്ലാവരും അഭിനന്ദിച്ചു. സദസ്സിനാകെ ഇഷ്ടമായി. കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എല്ലാവരും പിരിഞ്ഞു പോയി. പക്ഷേ ഇദ്ദേഹം വരരുചി പോയില്ല. രാജാവിൻ്റെ അടുത്ത് തന്നെ കുറച്ച് നേരം നിന്നു. എന്നിട്ട് പറഞ്ഞു, അപ്പോൾ വരരുചി അങ്ങ് യാത്ര പോയിക്കാണെന്ന് കേട്ടുമല്ലോ. അതേ തിരുമനസ്സിൽ ഞാനൊരു യാത്ര പോയിക്കായിരുന്നു. യാത്രയ്ക്കിടയിലാണ് എനിക്ക് ഈ പ്രസക്തമായ ശ്ലോകമൊക്കെ കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് സാധിച്ചത്. പല പണ്ഡിതന്മാരായിട്ട് ഞാൻ ചർച്ചയൊക്കെ നടത്തി. ഈ വനദേവതമാരുടെ കാര്യം പറഞ്ഞില്ല, അങ്ങനെയൊക്കെ ഉണ്ടായത്. എനിക്ക് അങ്ങയോടൊരു പ്രധാന കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. പറയൂ, എന്താ വേണ്ടതെന്ന് പറയും, എന്താ കാര്യം എന്ന് പറയും. അപ്പോൾ അല്ലാതെ ഞാനങ്ങനെ പറയുന്നതിൽ അങ്ങേക്ക് തെറ്റിദ്ധാരണ ഒന്നും ഉണ്ടാകരുത്. അങ്ങേക്കും അങ്ങയുടെ രാജ്യത്തിനും വേണ്ടിയിട്ടുള്ള നന്മ മാത്രമേ ഇതിൻ്റെ പുറകിലുള്ളൂ. പറയൂ, വരരുചി എന്തായാലും പറയുമെന്ന്. ഞാൻ ഈ യാത്രക്കിടയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തിയിലായിട്ട് ഒരു പറയക്കുടിലിൽ ഒരു സ്ത്രീജന്മം ഉണ്ടായിട്ടുണ്ട്.
എന്നുവെച്ചാൽ അവിടുത്തെ വീട്ടമ്മ പ്രസവിച്ചു, ഒരു പെൺകുട്ടി ജനിച്ചു. ഓ, അതാണ് അത്രയ്ക്ക് വലിയ കാര്യം? അതൊക്കെ സാധാരണയല്ലേ? അല്ല, ഈ കുട്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ ആ കുട്ടി ജനിച്ച സമയം വെച്ച് ഗണിച്ചപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ഗണിതശാസ്ത്രജ്ഞനും കൂടിയാണല്ലോ. ഗണിച്ചപ്പോൾ ആ കുട്ടിയുടെ ജനന സമയം വെച്ച് ആ കുട്ടിക്ക് 3 വയസ്സ് തികയുമ്പോഴത്തേക്കും രാജ്യം നശിക്കും. അങ്ങനെയാണ് ഫലം. മറ്റൊന്ന്, രാജ്യം നശിക്കേ എന്ന് രാജാവ് അത്ഭുതപ്പെട്ടെങ്കിൽ, അതേ തിരുമേനി, രാജ്യം നശിക്കുമെന്ന് മാത്രമല്ല, അങ്ങയുടെ സൽപ്പേര് മുഴുവനും മാറിപ്പോവും. അങ്ങ് ദുഷ്കീർത്തി വരും. അയ്യയ്യോ, അതിനിപ്പോൾ എന്താ രുചി? ഒരു പരിഹാരം ഞാനും ചിന്തിച്ചു. ഞാനിത് അങ്ങയോട് പറയാതിരുന്നാൽ രാജ്യം നശിക്കുമല്ലോ, അങ്ങയുടെ സൽകീർത്തി പോകുമല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് പരിഹാരം ചോദിച്ചാൽ ഞാൻ എന്തു പറയണമെന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ എൻ്റെ ബുദ്ധിയിൽ തോന്നിയ ഒരേ ഒരു പരിഹാര മാർഗ്ഗമേ ഉള്ളൂ. 3 വയസ്സ് തികഞ്ഞാലല്ലേ രാജ്യം നശിക്കുക. എത്രയും വേഗത്തിൽ ആ കുട്ടിയെ, നമുക്ക് ആ കുട്ടി വേണ്ട, ആ കുഞ്ഞിന് ജീവഹാനി വരുത്തണം. അതിനുള്ള ഏർപ്പാടുകൾ അങ്ങ് ചെയ്യണം. അയ്യോ, ഒരു പിഞ്ചു കുഞ്ഞിനെ അങ്ങോട്ട് ജീവഹാനി വരുത്തി, എന്താ രുചി പറയണേ, മഹാപാപല്ലേ അത് എന്നൊക്കെ രാജാവ് പ്രതികരിച്ചു. പക്ഷേ പറഞ്ഞു, അങ്ങേക്ക് രാജ്യത്തേക്കാൾ വലുതാണോ ഒരു കുഞ്ഞിൻ്റെ ജീവൻ? അങ്ങയുടെ സൽകീർത്തിയേക്കാൾ വലുതാണോ ഒരു കുഞ്ഞിൻ്റെ ജീവൻ എന്നൊക്കെ ചോദിച്ചു. അപ്പം രാജാവിൻ്റെ മനസ്സൊന്നും, എന്തപ്പം ചെയ്യണേ, വേറെ ഒന്നുമില്ല വഴി, വേറെ ഒരു വഴി ഞാൻ നോക്കിയിട്ട് കാണാനില്ല. അങ്ങനെ മഹാരാജാവ് ഉത്തരവ് ഇറക്കി രഹസ്യമായിട്ട് ഭടന്മാരെ വിളിച്ചിട്ട് ആ കുടിലിൽ പോയി ആ പിഞ്ചു കുഞ്ഞിനെ എടുത്ത് വാഴപ്പിണ്ടി കൊണ്ട് ചങ്ങാടമുണ്ടാക്കി അതിൽ ഈ കുഞ്ഞിനെ കിടത്തി നിറന്തലയിൽ ഒരു പന്തം അങ്ങ് കത്തിക്കുക. പന്തം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഒരു കോലുമ്മ തുണി ചീറ്റി തീ കൊടുത്ത്, അതാണ് പന്തം. ഉത്സവങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, പന്തം പിടിച്ചുകൊണ്ട്. അങ്ങനത്തെ ഒരു പന്തം അങ്ങോട്ട് കത്തിക്കുക. എന്നിട്ട് അതിൻ്റെ കടഭാഗം ഈ കുട്ടിയുടെ ശിരസിൽ അങ്ങ് അടിച്ച് കയറ്റുക. അപ്പം എന്നിട്ട് പുഴയിൽ അങ്ങോട്ട് ഒഴുക്കി വിടുക. ഒഴുക്കിനൊപ്പം ഇങ്ങനെ പോകും. അപ്പം ഇതിൽ നിന്നിങ്ങനെ ഒഴുകി വീഴുന്ന രക്തം കൂട്ടി അതേ കിടന്ന് രക്തം വാർന്ന് അങ്ങോട്ട് മരിച്ചു. പോണ വഴിയൊരു പന്തം അങ്ങോട്ട് ഒഴുകി, പിണ്ടിയല്ലേ, പതുക്കെ അങ്ങോട്ട് ഒഴുകി പോയി മരിച്ചോളൂ. നമ്മളാരും കൊന്നൊന്നും വരെയും വേണ്ട, ആർക്കൊരു പാപമില്ല എന്നും പറഞ്ഞ് ഈ ശിക്ഷ നടപ്പിലാക്കാനായിട്ട് ഭടന്മാരെ വിട്ടു. അവരത് നടപ്പാക്കുകയും ചെയ്തു. പറയക്കുടിലിൽ ജനിച്ച ആ പെൺകുട്ടിയെ പുഴയിൽ ചങ്ങാടത്തിൽ, വാഴപ്പിണ്ടി കൊണ്ടുണ്ടാക്കിയ ചങ്ങാടത്തിൽ ശിരസിൽ പന്തം കുത്തിയിറക്കി പുഴയിൽ ഒഴുകി. എന്നുവെച്ചാൽ കുഞ്ഞിനെ കൊന്നു, അതാണ് ഉണ്ടായത്. ഇനി ഈ പെൺകുട്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴെന്തുണ്ടായി? ആ കുട്ടിക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. ഇപ്പോൾ ഇന്നിവിടെ നിൽക്കട്ടെ. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി. പറയിപ്പറ്റ പന്തിരുകുലത്തിലെ വരരുചിയുടെ കഥ നിങ്ങൾ കേൾക്കൂട്ടോ. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ കേരളത്തിൻ്റെ ഇതിഹാസമാണ് പറയിപ്പറ്റ പന്തിരുകുലം. കേരളത്തിൻ്റെ ഇതിഹാസം, ഭാരതത്തിൻ്റെ ഇതിഹാസം രാമായണം. അതിലെ പ്രസക്തമായ ശ്ലോകം തേടിപ്പോയ വരരുചിക്ക് വന്നു ഭവിക്കുന്ന കാര്യങ്ങളാണ് കേരളത്തിൻ്റെ ഇതിഹാസമായ പറയിപ്പറ്റ പന്തിരുകുലം. എല്ലാവർക്കും